കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ബന്ധുക്കളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ സന്ദർശിക്കുകയാണ്. എസ് ശരൺ ആണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശരൺ, തൃശ്ശൂരിൽ നിന്ന് നേരെ എത്തിയത് അങ്കമാലി സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലാണ്. ഇപ്പോഴത്തെ കോതമംഗലത്തേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ജോർജ് കുര്യനും അവിടെ എത്തി ബന്ധുക്കളെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. BJP ഇതൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ശരൺ, അതിനുശേഷം അദ്ദേഹം മടങ്ങിയ ശേഷമാണ് ഇപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബം നേരത്തെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് NIA ആവശ്യമെന്നുള്ളതാണ്. അതായത് ഒരു വശത്ത് പോലീസ് സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ പ്രതിയായ റമീസിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ റമീസിന്റെ മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. ഇതിനിടയിലാണ് കുടുംബം NIA അന്വേഷണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ്. ഇവിടെ നിർബന്ധിത പരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം വേണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവശ്യം കുടുംബം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ അദ്ദേഹം വീട് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഇടപെടുന്നതിൽ, കുടുംബത്തിന്റെ ആവശ്യത്തിൽ ഇടപെടുന്നതിൽ കേന്ദ്ര സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് FIRലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിൽ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ തീരുമാനമെടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. നിലവിൽ 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതി റമീസിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇതിനൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, ഒപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കൽ. എന്നാൽ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അപ്പോൾ UAPA ചുമത്തിയാൽ മാത്രമേ NIA അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരിന്റെ കൺസെന്റും ആവശ്യമാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കെ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വീട്ടിൽ തന്നെയാണുള്ളത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ശരിയാണ്. വിവിധ വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇന്നിപ്പോൾ വോട്ടർ പട്ടിക, അതുപോലെ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊന്നും തന്നെ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ കോതമംഗലത്തേക്ക് കോതമംഗലത്ത് സന്ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം. ഏതായാലും മരിച്ച ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സഹോദരനെയും അമ്മയെയും സന്ദർശിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. യുവതിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. കത്തോലിക്ക കോൺഗ്രസ് ഇത് സംബന്ധിച്ച് അമിത്ഷായ്ക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക്. ഏതായാലും ഇതിൽ പരിമിതികൾ ഉണ്ടായെന്നാണ് നേരത്തെ അവിടെ സന്ദർശിച്ച ജോർജ് കുര്യൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും തിടുക്കത്തിൽ ഈ വീട്ടിലേക്ക് എത്തുകയും വിവരങ്ങൾ തേടുകയും ചെയ്യുന്നുവെന്നാണ്. മറ്റു പല വിഷയങ്ങളിലും പ്രതികരണം നൽകുന്നില്ല. അതിനിടയിലാണ് ഈ സന്ദർശനം എന്നതുകൂടി നമ്മൾ ഓർക്കണം.